ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പുത്തുപുത്തമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറേ പേർക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു സംഭവമാണ്. അതായത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ SIP, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ തന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്ന സംശയം എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ ഒരു SIPയിൽ ഒരു പൈസ ഇട്ട്, അതായത് എത്ര പൈസ ഇടണം, എത്ര പൈസ ഇട്ടാൽ എത്ര റിട്ടേൺ കിട്ടും, എത്ര ടൈം എടുത്തിട്ടാണ് റിട്ടേൺ കിട്ടുക, അങ്ങനെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 30 Days 30 Finance കണ്ടിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ SIP എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതായത് നമുക്ക് മന്ത്ലി ഒരു എമൗണ്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടുകൊണ്ടിരിക്കും, അല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ SIP എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ ഇൻവെസ്റ്റിങ്ങിന് രണ്ട് ടൈപ്പ് ഇൻവെസ്റ്റിംഗ് ആണുള്ളത്. ഒന്ന് SIPയും ഒന്ന് ലംസമ്മും. SIP എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണെങ്കിലും നമ്മളത് മന്ത്ലി ഇട്ടുകൊണ്ടിരിക്കണം. അതാണ് SIP എന്ന് പറയുന്നത്. ലംസം ആണെങ്കിൽ നമ്മൾ വലിയൊരു തുക ഒറ്റയടിക്ക് ഇടുന്നു, പിന്നെ മാസങ്ങളിലൊന്നും നമ്മളിടില്ല. നമ്മൾ ഏതെങ്കിലും നമുക്ക് കയ്യിൽ നമ്മുടെ കാശുള്ള ടൈമിൽ ജസ്റ്റ് ആ ഒരു എമൗണ്ട് അവിടെ ഇടുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതാണ് ലംസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ലംസം ആണെങ്കിലും അതേപോലെ തന്നെ SIP ആണെങ്കിലും എത്ര ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര റിട്ടേൺ കിട്ടും, എത്ര ടൈം എടുത്തിട്ടാണ് അത് റിട്ടേൺ കിട്ടുക എന്നൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ഒരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ആ വെബ്സൈറ്റിൽ നമുക്ക് എമൗണ്ട് അടിച്ചു കൊടുക്കുക, ടൈം അടിച്ചു കൊടുക്കുക, പെർസെൻറ്റേജ് അടിച്ചു കൊടുക്കുക, എത്ര ടൈം എടുത്തിട്ടാണ് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാന്ന് അല്ലെങ്കിൽ റിട്ടേൺ കിട്ടാന്നൊക്കെ കാണിച്ചതും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൊബൈലിൽ സൈഡിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ച് സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ നോക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഗൂഗിൾ എടുത്തതിന് ശേഷം SIP കാൽക്കുലേറ്റർ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇഷ്ടംപോലെ വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്രോയിൻ്റെയാണ്. ഗ്രോ നിങ്ങൾക്ക് അറിയായിരിക്കും, ട്രേഡിംഗ് ഒക്കെ ചെയ്യാനുള്ളൊരു ബ്ലോക്കറാണ് ഗ്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോയിൻ്റെ വെബ്സൈറ്റാണ് SIP കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻ്റർഫേസൊക്കെ എനിക്ക് നല്ല ഇത് ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റ് എടുക്കാം. ഗ്രോയിൻ്റെ വേണമെങ്കിൽ ഗ്രോയിൻ്റെ എടുക്കാം. അപ്പോൾ ഗ്രോയിൻ്റെ വെബ്സൈറ്റ്, അതായത് SIP കാൽക്കുലേറ്ററിൻ്റെ വെബ്സൈറ്റ് എടുക്കും, ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും മുകളിൽ ലംസം ഉണ്ട്, SIP ഉണ്ട്. ഞാൻ നേരത്തെ വന്നാൽ ഏതാണ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ലംസം ആണെങ്കിൽ ലംസമും, SIP ആണെങ്കിൽ SIPയും സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ 100 രൂപയുടെ കാണിച്ചു തരാം. 100 പെർ മന്ത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ 12% റിട്ടേൺ കിട്ടുന്ന, സാധാരണ മ്യൂച്വൽ ഫണ്ടിൽ ഒരുവിധം മ്യൂച്വൽ ഫണ്ടിലൊക്കെ 12% റിട്ടേൺ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ കൊല്ലം ഞാൻ 10 കൊല്ലമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 10 കൊല്ലം 12% റിട്ടേൺ കിട്ടുന്നത് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ 100 രൂപ വെച്ച് എല്ലാ മാസം ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ടോട്ടൽ 12,000 രൂപയായിട്ടുണ്ടാവും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 14,404 ആണ്. 14,404. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 22,404 രൂപ കിട്ടും 10 കൊല്ലം കഴിയുമ്പോൾ. അപ്പോൾ SIPയുടെ ഏറ്റവും അടിപൊളി സംഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SIPയുടെ മനോഹാരിത എന്ന് പറയുന്നത്, അത് നമുക്ക് കുറേ കൊല്ലം, അതായത് ഇപ്പോൾ ചെറിയ എമൗണ്ട് ആണെങ്കിലും കൊല്ലം കൂടുന്നതനുസരിച്ച് നല്ല രീതിയിൽ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ എന്താ പറയുക, കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റാണത്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ 100 രൂപ തന്നെ നമ്മൾ നേരത്തെ 10 കൊല്ലമാണ് നോക്കിയത്. അപ്പോൾ നമ്മളിപ്പോൾ 40 കൊല്ലം ഇട്ടിട്ടുണ്ട്. 40 കൊല്ലം ഇതേ 100 രൂപ പെർ മന്ത് 12% തന്നെ, വേറെ ചേഞ്ചുകളൊന്നുമില്ല. 40 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 48,000 രൂപയായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നത് റിട്ടേൺ എന്ന് പറയുന്നത് 9,31,307 അതായത് ഇപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 9,79,307 രൂപ കിട്ടും. സെയിം 100 രൂപ പെർ മന്ത് തന്നെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. അത് ടൈം എത്ര കൂടുന്നോ അത്രയും വലിയ എമൗണ്ട് ആയിട്ട് നമുക്ക് മാറി കിട്ടും. അതാണ് SIP എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ജസ്റ്റ് ലംസമ്മും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളൊരു 500 രൂപ ഇട്ടതെന്ന് വെച്ചാൽ മന്ത്ലി ഇടില്ല, ജസ്റ്റ് ഒരു മാസം 500 രൂപ ഇട്ടു. പിന്നെ കുറേ കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ റിട്ടേൺ നോക്കുന്നത്. അത് 12% റിട്ടേൺ കിട്ടുന്ന ഒരു സംഭവത്തിലാണ് ഇട്ടത്. 10 കൊല്ലത്തേക്കാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 500 തന്നെയാണ്, ചേഞ്ച് ഒന്നുമില്ല. റിട്ടേൺ കിട്ടുന്ന കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ചെറിയ റിട്ടേൺ കിട്ടുള്ളൂ ലംസമാകുമ്പോൾ, അല്ലെങ്കിൽ വലിയ എമൗണ്ടുകൾ നിങ്ങൾ ഇടേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഇതേ 500 രൂപ തന്നെ 40 കൊല്ലത്തേക്ക് നിങ്ങൾ ഇട്ടുമെന്ന് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് റിട്ടേൺ എന്ന് പറയുന്നത് 46,025 രൂപയാണ്. അതായത് 500 രൂപമേ 40 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് റിട്ടേണാണ് 46,000. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യണേ, എത്ര നാൾ കഴിഞ്ഞാൽ എത്ര റിട്ടേൺ കിട്ടുന്നത് ഏകദേശം നിങ്ങൾക്ക് അറിയാൻ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ അത്തണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ നമ്മൾ നിങ്ങൾ സംശയങ്ങൾ ഇപ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതാ വീഡിയോ കണ്ടിട്ട് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.